ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ ഉള്ളത്. തൃശ്ശൂർ പുഷ്പോത്സവം നടക്കുകയാണ്. അപ്പം ഞാനും മോളുടെ ഫ്രണ്ടും കൂടിയിട്ട് പുഷ്പോത്സവം കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ സെക്യൂരിറ്റിക്ക് ടിക്കറ്റ് കൊടുക്കാൻ കേട്ടോ. ഒരാൾക്ക് 60 രൂപയാണ് അവർ ചാർജ് വരുന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണ് ചാർജ് വരുന്നത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി എൻട്രി ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഞാൻ നേരെ പോയത് ഈ ഭാഗത്തേക്കാണ്. അതിന് മുന്നായിട്ട് അവരൊരു സ്പേസ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗാന്ധിജിയുടെ ഫ്രെയിം നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. എൻട്രി ഗേറ്റിൻ്റെ അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ പൂക്കളും പാട്ടും ഒക്കെ നല്ല കാറ്റും ഒക്കെയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഈ ഫ്ലവർ ഷോ കാണാൻ വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നത്. എന്ത് അതിൻ്റെ ഉള്ളില എനിക്ക് കാണില്ല. ഗാന്ധിജി, അതെ, പിക്ചറിൻ്റെ ഉള്ളിൽ ഗാന്ധിജി ഇതാണ്. ഇവിടെ നോക്കിയാലോ കാണുള്ളൂ. ഓ, ഈ സ്പേസിലല്ലേ? കറക്റ്റ് ഗാന്ധിജി. മമ്മി ഇതൊരു നല്ലൊരു പ്ലാന്റ് ആണ്. കലാത്തിയ ലുതിയയാണ്. നല്ല ലീഫ്, നല്ല വലിപ്പം വരുന്ന ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ മുട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുന്തോറും ഒരുപാട് ചെടികൾ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് ബോഗൺവില്ലയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഇവരുടെ മദർ പ്ലാന്റ് ആണ്. നല്ല 2 ഷെയ്ഡുകളുള്ളത്, ഓറഞ്ചും റെഡും. പിന്നെ ഇത് കാറ്റസിൻ്റെ കുറച്ച് ചെറിയ വെറൈറ്റീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്കിയ റെഡ് എന്തോന്നു, അതാണ്ട് വളഞ്ഞു വരും. എന്തിനത് നല്ല ഭംഗിയിലാണ്. നല്ല രസമുണ്ടല്ലേ? റെഡാണ് മുസാണ്ടില്ല. ഇത് വേറെ ഏതോ തരം ചെടിയാ. അതായത് ആ ഷെയ്ഡ് വേണ്ട. ഒരുപാട് പോയിന്റ് സെറ്റ് ചെയ്യുക പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 കളറിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 അല്ല 4 5 ഷെയ്ഡിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓറഞ്ച് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതുണ്ട്. അതുപോലെ തന്നെ പിങ്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഓരോ ലെവലായിട്ടാണ് ഈ പോയിന്റ് സെറ്റ് ചെയ്യുക പ്ലാന്റ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ കലാത്തിയ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പേര് നിങ്ങളോട് പറയുന്നത്. പിന്നെ ധാരാളം ചെത്തിപ്പൂക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മിനിയേച്ചറാണ്. നിറച്ച് മുട്ടും പൂക്കളും ഒക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചട്ടി നിറയെ പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന പൂവുണ്ടല്ലോ, നമ്മൾ പുഷ്പോത്സവത്തിൽ കാണാത്തൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റി, മഞ്ഞൾ, കൂവ, അതുപോലെ തന്നെ മാങ്ങയിഞ്ചി, അതിൻ്റെയൊക്കെ ഒരു ലീഫാണ് ഇതിനുള്ളത് കേട്ടോ. നമ്മൾ പറമ്പിലും പാടത്തൊക്കെ കാണുന്ന ഒരു തരം മാങ്ങയിഞ്ചിമേലൊക്കെ ഒരു തരം ഫ്ലവർ ഉണ്ടാവില്ലേ, അതേ സെയിം പോലത്തെ ഫ്ലവറാണ്. പക്ഷേ കുറച്ചുകൂടി പിങ്കാണ്. പിന്നെ ഇതിവിടെ കുറേ ബോൺസായികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുഞ്ഞു ബുദ്ധാസിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോ ട്രീക്കും അടിയിലായിട്ട്. പിന്നെ എന്താ ഇവിടെ ഒന്ന് അട്രാക്റ്റായിട്ട് തോന്നിയത്, ഇവിടെ ഒരു പിന്നെ ഇതാ ആലുമ്മൽ കണ്ണനെ ഊഞ്ഞാലാടുന്നത് ഇങ്ങനെ
അവർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ കുറേ ബോൺസായികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ നമ്മളത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫിഷ് ടാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മീനുകളേ ഉള്ളൂ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ സ്വന്തം അരളിപ്പൂവ് നല്ല മിനിയേച്ചറാന്ന് തോന്നുന്നു. അധികം ഉയരം വെക്കാത്ത നന്നായി പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് നമുക്ക് കുട്ടികളിലൊന്നും പിടിച്ച് പറിക്കാനോ വായിലിടാനോ ഒന്നും പാടില്ല. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫ്ലവറായിട്ട് ഇപ്പോൾ അരളിപ്പൂ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഫ്ലവർ തന്നെയാണ് ഈ അരളിപ്പൂ എന്ന് പറയുന്നത്. അരളിയുടെ എല്ലാം പ്രശ്നം തന്നെയാണ്. പൂജയുടെ പ്രസാദത്തിലേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. ഇത് പോൺസെറ്റിയുടെ പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഇത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ള ഒരു ഫ്ലവർ ഇത് ഈ കാണുന്നതാണ് കേട്ടോ. ഇത് അമേരിക്കൻ ലില്ലി ആണെന്നാണ് അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നല്ല ഫ്ലവറാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് എഫക്റ്റ് ഉള്ള ഒരു പൂവ്. ഇത് നമ്മുടെ ജമന്തികൾ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നിറച്ച് തിക്കായിട്ടാണ് പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത്. നല്ല അട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ജമന്തിക്കും. പിന്നെ ഈ ഫ്ലവേഴ്സ് സീനിയയുടെ വെറൈറ്റിയാണ് കേട്ടോ. സീനിയയുടെ പല വെറൈറ്റി ഉണ്ട്, പല കളേഴ്സ്, ഡബിൾ ഷെയ്ഡും ഒക്കെ ഉണ്ട് കേട്ടോ. ജമന്തിയിൽ പെട്ട തന്നെ ഉണ്ട ജമന്തി പോലത്തെ. പക്ഷെ ഇതിൽ ഒരു കൗതുകമായിട്ട് തോന്നിയത് ഈ പച്ച പൂക്കളാണ് കേട്ടോ. പച്ച പൂക്കൾ ഒരു വെറൈറ്റി, ഒരു ഇൻഡിഗോ ഒരു ഷെയ്ഡിൽ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയ ഫ്ലവർ കേട്ടോ. ഒരുപാട് വെറൈറ്റി പൂക്കൾ നമ്മളിപ്പോൾ തന്നെ നന്നായിട്ട് കണ്ടു കേട്ടോ. എന്ത് രസമാണ് കാണാമെന്നറിയും. പല വെറൈറ്റി, പല കളറുകൾ. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ കാണിക്കുന്നത് ജറബറയാണ്. ജറബറയുടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഷെയ്ഡും അവിടെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് അവർ സെറ്റ് ചെയ്തെന്നുള്ളത് ഓരോ സ്റ്റെപ്പായിട്ടാണ് ഈ പൂക്കൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ, ഞാൻ പറഞ്ഞല്ലോ, വെള്ള ഇതൊക്കെ ജമന്തിയാണ് വരുന്നത്. വെള്ള ജമന്തിയൊക്കെ കാണാൻ നല്ലോണം പൂക്കൾ വിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. റെഡ് ജമന്തിയുടെ കാര്യം പറയേ വേണ്ട, അത്രയ്ക്കും മനോഹരമാണ്. അതിൻ്റെ ഉള്ളിൽ യെല്ലോ, നടുക്കിലെ യെല്ലോയും കൂടി വന്നപ്പോൾ റെഡൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെയാണ് കേട്ടോ ഫ്ലവർ ഉണ്ടായിരുന്നത്. നല്ല കുഞ്ഞു ചട്ടികളിലാണ് ഇത്രയധികം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെടി കാണാനായിട്ട് ഒരു 3 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ, കാണാനായിട്ട് ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ. ഇപ്പോൾ ചെടികളൊക്കെ ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നനയ്ക്കാനായിട്ട് ഇവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ഇതൊരു വെറൈറ്റി ചെടികളാ ചേട്ടാ. ഇതാ ലില്ലി, നല്ല ഭംഗിൻ്റെ ആണ്. ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ. ഇത് ഹൈറ്റ് വയ്ക്കുവോ? ഈ അമേരിക്കൻ ലില്ലി വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളോളം ഇത് ഇങ്ങനെ തന്നെ നിൽക്കും എന്നാണ് പറഞ്ഞത്. ഒരുപാട് ഉയരൊന്നും വെക്കില്ല, അത്രയും ഹൈറ്റിലേ ഇത് വളരുള്ളൂ എന്ന് പറഞ്ഞത്. ഒരുപാട് മുട്ടുകളും ഇപ്പോൾ തന്നെ ആ ചെടിമേലുണ്ട്. ഈ അമേരിക്കൻ ലില്ലിയൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. അതിനായിട്ട് പ്രത്യേക സ്റ്റാൾ ഇതിൻ്റെ ബാക്കിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. എനിക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കിത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം വാങ്ങാനൊന്നും നിന്നില്ല. നമ്മൾ കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോരാണ് ചെയ്തത് കേട്ടോ. നല്ലൊരു ഫ്ലവറാണ്. ഇങ്ങനത്തെ ഒരു ഫ്ലവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ഫ്ലവർ വേസിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ ശരിക്കും അതാണ് ഓർമ്മ വരുന്നത്. ആ ഫ്ലവറിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. അത് ശരിക്കും പ്ലാസ്റ്റിക് എഫക്റ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല ചെടിയാണ് കേട്ടോ. ഇത്
മൊത്തം പൂക്കളാണ്. നമുക്ക് തോന്നും ഇത് ഇലയാണെന്ന്. ഇലയല്ല, ഇത് മൊത്തത്തിൽ പൂക്കളാണ് കേട്ടോ. വൈറ്റ് ചെറിയ ചെറിയ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന് കുഞ്ഞി പച്ച ഇലയും കൂടി അടിയിൽ വരുന്നുണ്ട്. പക്ഷേ പൂക്കൾ കൊണ്ട് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് ഈ ഭാഗത്ത് അവർ ഒരു മയിലിനെയൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് താഴെ അവർ സീനിയാണ്, മിനിയേച്ചർ സീനിയാണ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തോന്നി, നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പേസാണ് കേട്ടോ ഇത്. ഇവർ ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ല രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ ഇത് ഈ മെയിനായിട്ട് ഈ ഫ്ലവർ ഷോ നടത്തുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർ ഈ ഫ്ലവർ ഷോ നടത്തുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് മുഴുവൻ ഇവർ ചാരിറ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ പൂക്കളടങ്ങിയ ഒരു ചെടിയാണ് കേട്ടോ ഇത്. നിറച്ച് ചെടികളാണ്, പിടിച്ച പോലെ നിറച്ച് പൂക്കളാണ് ഇതിമുള്ളത് കേട്ടോ. വെള്ള കളറുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചെറിയ ചെറിയ ചെടികളാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഓരോരോ പൂക്കളെ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല പിങ്കൊക്കെ ഉണ്ട്. പിന്നെ അതായത് ഈ കാണിക്കുന്നതാണ് നമ്മുടെ റോസിൻ്റെ സെക്ഷനാണ് ഈ കാണിക്കുന്നത്. നിറച്ച് റോസാണ്. ഏതാ? ആ, ബോൺസായി പോലെ അല്ലേ, അഡീനിയം. അഡീനിയ അത് അഡീനിയം. ഇതെന്താ? ഗർജിക്കുന്ന സിംഹ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് റോസാണ് കേട്ടോ. റോസിൻ്റെ പല വെറൈറ്റീസാണ്. വെറൈറ്റി റോസ്. റോസ്. എന്തായാലും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഈ പുഷ്പോത്സവം കാണാൻ വന്നപ്പോൾ. കാരണം എത്ര അധികം നമ്മൾ പൂക്കളെ കണ്ടു. പൂക്കളെ കാണുക എന്ന് മാത്രമല്ല, നമ്മളത് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഒരുപാട് വലുതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഒരുപാട് പൂക്കൾ, ഒരുപാട് റോസുകൾ
ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതും ഒക്കെ നല്ല വലുപ്പമുള്ള റോസുകളാണ്. കുഞ്ഞു കുഞ്ഞു റോസുകളുണ്ട്, മീഡിയം സൈസ് ഉണ്ട്, പല വെറൈറ്റി ഉണ്ട് കേട്ടോ. എതിറുകൾ വലുതായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇഷ്ടപ്രകാരത്തിന് പൂക്കളെ കാണാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് വന്ന് എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും നമുക്ക് കാശ് മുതലാവുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളൊന്നും മിസ്സാക്കരുത്. കാരണം ഇതൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം കിട്ടുന്ന അവസരങ്ങളാണ്. അതൊക്കെ വന്ന് കാണാൻ നോക്കുക. ഇപ്പോൾ കാണുന്നത് ചെമ്പരത്തികളാണ് കേട്ടോ. ചെമ്പരത്തികൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തികളുണ്ട്. യെല്ലോ, വെള്ള, അതുപോലെ തന്നെ റെഡ് ഒക്കെ നല്ല 5 ഇതിലുള്ളതും പിന്നെ ഉണ്ട ആയിട്ട് നിൽക്കുന്ന ചെമ്പരത്തികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഇതാ ഇവിടെ ബോഗൺ വില്ലാസ് വെച്ചിട്ടുണ്ട്. ഇതും അത്യാവശ്യം പൂക്കളൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ കാക്കപ്പൂവാണ്, ടോറിനോസ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാം. പോപ്കോൺ, ചായ, ജ്യൂസ്, അതുപോലെ ഐസ്ക്രീം ഒക്കെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിറച്ച് ഡാലിയയാണ്. ഡാലിയയുടെ വെറൈറ്റീസാണ്. ഒരുപാട് ഡാലിയയുടെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി, നല്ല ഉണ്ട പൂക്കൾ. അതുപോലെ തന്നെ ഇത് നമ്മുടെ അരളിപ്പൂവിൻ്റെ വൈറ്റാണ്. വൈറ്റും അതുപോലെ തന്നെ പിങ്കും വരുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ കാറ്റ്സ് ക്ലോ ആണെന്ന് തോന്നുന്നു. ഇത് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന്. ഇതൊക്കെ ക്രീപ്പർ പ്ലാന്റുകളാണ് കേട്ടോ. നിറച്ച് പൂക്കളുണ്ടാവുന്ന ക്രീപ്പർ പ്ലാന്റുകളാണ്. ഇത് ഉള്ളീരൊക്കെ സ്മെല്ലുള്ള ഒരു പൂവാണ്. വെളുത്തുള്ളീരൊക്കെ സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് ഇവിടെ. പിന്നെന്താ മറ്റേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഓടിച്ചെടുത്ത് വീഡിയോ എടുത്ത് പോകാണ് ലെങ്ത്ത് കൂട്ടുണ്ടാകുന്ന കരുതിയിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡയാന്തസ് ആണ്. ഡയാന്തസിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ, വൈറ്റ്, റെഡ്, റോസ്, പിങ്ക്, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതും ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ, പല കളറിൽ ഇത് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് വേറെ ഇനം ചെട്ടിപ്പൂക്കളാണ്, വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പുറത്ത് കണ്ടത് കുറച്ചും കൂടിയും വലിയ ഉണ്ടയായിട്ടുള്ളതാണ് കേട്ടോ കാണിച്ചത്. ഈ കാണുന്ന പൂക്കൾ നമ്മുടെ വിങ്കയാണ്, വിങ്ക റോസ് ആണ് ഈ കാണുന്നത്. നമ്മൾ നടന്നു വന്ന വഴികൾ വളഞ്ഞ് തിരിഞ്ഞ് വീണ്ടും അതിൽ കൂടെ തന്നെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഡാലിയയുടെ അവിടേക്ക് എത്തി. നല്ല ഒരുപാട് ഡാലിയകൾ, എന്ത് രസമുള്ള കളറുകളാണെന്നറിയോ. ഡാർക്കും ലൈറ്റും ഷെയ്ഡും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച അമേരിക്കൻ ലില്ലി, ഇതൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കിൽ സ്റ്റാളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങാം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഓരോ ലൈക്കും നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ കമൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നുള്ള കമൻറ്റെങ്കിലും ചെയ്യണം. ഇപ്പോൾ നമ്മൾ പുഷ്പോത്സവത്തിൻ്റെ ഒരുപാട് ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടോ. ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തി തുടങ്ങി. ഇവിടെ നമ്മൾ കുറച്ച് നമുക്ക് ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്ലാന്റുകളും അതുപോലെ തന്നെ ഗാർഡൻ സെറ്റിംഗ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പെബിൾസ്, അതേപോലെ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാൻ പറ്റിയുള്ള സ്കൾപ്ചേഴ്സും ഗാർഡൻ സ്റ്റോൺസും ഒക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഐഡിയയിലേക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാളുകൾ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നമുക്ക് എല്ലാ പ്ലാന്റിൻ്റെയും ചെറിയ മിനിയേച്ചർ പ്ലാന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വിത്തുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കായ്കളുണ്ട്, എല്ലാം നമുക്ക് മേടിക്കാം. പച്ചക്കറികളൊക്കെ ഇതിവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവർ വിളയിപ്പിച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളിലാണ് ഇതൊക്കെ ഉണക്കിയിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ നമുക്ക് ഈ സ്റ്റാളിൽ നിന്ന് മേടിക്കാം. ഒരു പാക്കറ്റിന് 20 രൂപ വെച്ചിട്ടാണ് കേട്ടോ അവർ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഉണ്ടായി നിൽക്കുന്ന വഴുതന ഒക്കെ, അതുപോലെ തന്നെ നേരത്തെ മുകളിൽ കാണിച്ചത് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ളത് ഉണ്ടായി നിൽക്കുന്നതും അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് ഫുള്ള് ഓർക്കിഡിൻ്റെ സ്റ്റാളാണ്. ഇവിടുന്ന് നമുക്ക് വിത്തുകളും തൈകളും പ്ലാന്റുകളും ഒക്കെ നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഓർക്കിഡുകളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറിയ സ്റ്റാളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ് ഈ സ്റ്റോള്. അത് ഞങ്ങൾ കോളിഫ്ലവറും മുളക് ബജിയും വാങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കൂടി കാണാം.